പ്രിയപ്പെട്ട സംഗീത പ്രേമികളെ, എല്ലാവർക്കും നമസ്കാരം. സൺറൈസ് മാങ്കാവ്, ഞങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സാധാരണ കുറേ പാട്ട് വന്ന് പാടല്ലേ ചെയ്യുന്നത്. പല ആൾക്കാർക്കും ട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ പാടാറ്. ഇപ്പോൾ എൻ കെ അർജുനൻ സാറ് മരിച്ചിട്ട് ഓർമ്മ ദിവസമൊന്നുമല്ല, അതുമാതിരി തന്നെ SP വെങ്കടേഷ് മരിച്ചത്. പക്ഷേ നമ്മളെ ടൗൺ ഹാൾ എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് അതനുസരിച്ചിട്ട് ഞങ്ങൾ ഓരോ പ്രോഗ്രാം ഫിക്സ് ചെയ്യും. അതിൻ്റെ പാട്ടുകൾ എല്ലാ പാട്ടുകളും സെലക്ട് ചെയ്യും. അതിന്ന് നമ്മൾ ക്രോഡീകരിച്ചെടുത്ത് നമ്മളെ ടീം അത് ഒരുക്കും. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. എന്നാലും അർജുനൻ മാഷെ പറ്റി പറയുകയാണെങ്കിൽ ത്രിമൂർത്തികളായ ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, സ്വാമി ദക്ഷിണമൂർത്തി സ്വാമി, ഇവരെ മൂന്നാളും കൊടികുത്ത് വാഴുന്ന സമയത്ത് എല്ലാവർക്കും അവരുടെ പാട്ടുകൾ പാടാൻ മാത്രമേ ആഗ്രഹം ഉള്ളൂ. പാട്ടുകൾ പറയാൻ മാത്രമേ എല്ലാവരും ചർച്ചയാക്കാറ് അതാണ്. പക്ഷേ ഇതേ കാലയളവിൽ പല യാതനകളും സഹിച്ചിട്ടാണ് അർജുനൻ മാഷ് അദ്ദേഹം ഈ സംവിധായകനായി മാറിയത്. ഇപ്പോൾ കറുത്ത പൗർണമി എന്ന സിനിമയാണ് ആദ്യമായിട്ട് വന്നത്. 1968 P. ഭാസ്കരൻ എഴുതി, അർജുനൻ മാഷ് സംഗീതം ചെയ്തു. അപ്പോൾ P. ഭാസ്കരൻ പറഞ്ഞു, അർജുനൻ മാഷെ പരിചയപ്പെടുത്തിയപ്പം KP കൊട്ടാരക്കര, നമ്മളെ നിർമ്മാതാവുണ്ട്, പഴയ നിർമ്മാതാവ് KP കൊട്ടാരക്കര, ശശികുമാർ ഒരു ടീമാണല്ലോ. അത് വേണ്ട, ബാബുക്ക P. ഭാസ്കരൻ ഉള്ളപ്പോൾ നമുക്ക് വേറൊരു സംഗീത സംവിധായകനെ വേണ്ടാന്ന് പറയും. അപ്പം നമ്മളെ ഭാസ്കരൻ മാഷ് പറയും, നമുക്കൊരു ചാൻസ് കൊടുത്തു നോക്കിയിട്ട് അത് പറ്റൂലെങ്കിൽ ബാബുവിനാക്കാന്ന് പറയും. അങ്ങനെയാണ് ഇപ്പം സാറ് പാടുക ഈ 2 പാട്ട് അദ്ദേഹം സംഗീതം ചെയ്തത്. അദ്ദേഹം എന്താണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ മധുര മനോജ്ഞമായ പല ഗാനങ്ങളും ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ CID പടങ്ങളിലും കോമഡി പടങ്ങളിലുമായിട്ട് ഒതുങ്ങിപ്പോയി. ചിലപ്പം അദ്ദേഹത്തിൻ്റെ ദുര്യോഗമാകാം, അല്ലെങ്കിൽ നമ്മളെ ദുര്യോഗമാകാം. കാരണം ശശികുമാർ, AB രാജ് എന്നിങ്ങനെ ആൾക്കാരെ, സംവിധായകരെ CID പടങ്ങളിലാണ് അദ്ദേഹത്തിന് എല്ലാ പാട്ടും ഉണ്ടായിരുന്നത്. ഒരിക്കൽ ദേവരാജൻ മാഷും നമ്മളെ ശ്രീകുമാരൻ തമ്പി സാറും തമ്മിൽ തെറ്റിയ സമയത്ത്, ദേവരാജൻ മാഷ് എല്ലാവരും തെറ്റുന്ന ഒരാളാണ്. തെറ്റിയ സമയത്ത് തമ്പി സാറ് പറഞ്ഞ്, മാഷിൻ്റെ പാട്ടിന് മാഷിന് വിശ്വാസം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ വരികൾക്കും എനിക്ക് വിശ്വാസമാണ്. ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മാഷ് ഇല്ലെങ്കിൽ കൂടി മാഷിൻ്റെ കൂടെ ആരെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആരെ കിട്ടിയാലും ഞാൻ ഒരു പാട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് അറം പറ്റിയ പോലെ അങ്ങോട്ട് അർജുനൻ മാഷും ശ്രീകുമാരൻ തമ്പിയും തമ്മിലുള്ള ഒരു കോംബോ ആയിരുന്നു. എത്ര മനോഹരമായ ഗാനങ്ങൾ. പക്ഷേ നമ്മൾ ഈ സംവിധായകരെ നമ്മൾ പ്രകീർത്തിക്കണം. കാരണം എന്താ വെച്ചാൽ, ഈ CID പടങ്ങളിൽ നല്ല കാവ്യാത്മകമായ പാട്ടിന് അവസരമില്ല, അതിനുള്ള ഇല്ല. എന്നാലും അവർ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഈ സംവിധായകരൊക്കെ നല്ല പാട്ടുകൾ കൊടുത്തു. നമ്മളെ CID ആൾക്കാരെ നിത്യകാമുകന്മാരും ഗാനഗന്ധർവന്മാരുമാക്കി. അവരുടെ ജോലിക്കിടയിൽ അവർ ഷീലയുടെയും ജയഭാരതിയുടെയും വിജയശ്രീയുടെയും പിന്നാലെ ഓടി നടന്ന് പാടാൻ തുടങ്ങി. പക്ഷേ ഇതൊന്നും ആൾക്കാർ വെറുത്തില്ല. അവരൊക്കെ നെഞ്ചോടെ ഏറ്റിയതൊക്കെ അത്രയ്ക്ക് മനോഹരമായ ഗാനങ്ങളാണ് MK അർജുനൻ മാഷ് നമുക്ക് തന്നത്. ഇനി ഞാൻ SP വെങ്കടേശ്വരൻ സാറിനെ പറ്റി ഞാൻ പതിയെ പറയാം. നമുക്ക് അടുത്തത് 1969 ഇറങ്ങിയ പിക്നിക് അല്ല, റെസ്റ്റ് ഹൗസ്. ശ്രീകുമാരൻ തമ്പിയും MK അർജുനും ആദ്യമായി ഒന്നിച്ച സിനിമയാണ്. ഇതിനും ഒരു റീസൺ ഉണ്ട്. നമ്മളെ KP കൊട്ടാരക്കര, ഇതിൻ്റെ നിർമ്മാതാവ് ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ട് പിണങ്ങി. അപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്, നമുക്ക് അർജുനൻ മാഷെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ പാട്ടുകളും ചെയ്തു. പാടാത്ത വീണയും പാടും, പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു, എല്ലാ ഗാനങ്ങളും റെക്കോർഡ് ചെയ്തതിന് ശേഷം ശശികുമാർ പറയും, ഞങ്ങൾ തമിഴ്നാട് ഏർക്കാടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത പാട്ട്, ആ പാട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു പ്രൊഡ്യൂസറുണ്ട് TE വാസുദേവൻ, അദ്ദേഹത്തെ കേൾപ്പിച്ചാൽ മതി എന്ന് പറയും. ഓക്കെ, അർജുനൻ മാഷ് അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കും. വാസുദേവന് ഇഷ്ടമായില്ല. അപ്പോൾ ഈ അർജുനൻ മാഷ ബേജാറ് കണ്ടപ്പം പറഞ്ഞു, നമുക്ക് RK ശേഖറിനോട് ചോദിക്കാം, റഹ്മാൻ്റെ ഫാദറോട്. RK ശേഖർ ഓക്കെ പറയുകയാണെങ്കിൽ ഞാനും ഓക്കെ. RK ശേഖർ ആദ്യത്തെ വരി കേട്ടവൻ പറഞ്ഞ് ഇതെടുത്തോളും. നമ്മളെ ജാനകിയമ്മയ്ക്കും നമ്മളെ ഭാവഗായകൻ ജയചന്ദ്രനും ട്രിബ്യൂട്ടായിട്ട്
യദുകുല രതിദേവൻ എവിടെ എന്ന ഗാനവുമായി എത്തുന്നു നമ്മുടെ അഡ്വക്കേറ്റ് മധുസൂദൻ ആൻഡ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിത. യദുകുലരതിദേവനിവിടെ ഇവിടെ യദുകുലരതിദേവനിവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നിറകാൽ തളമേളമെവിടെ യദുകുലരതിദേവനിവിടെ രാധേ യദുകുലരതിദേവനിവിടെ യദുകുലരതിദേവനിവിടെ രാധേ